നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13, 2025 ബുധൻ. ഇന്ത്യയുടെ CPI, WPI ഇൻഫ്ലേഷൻ ഡാറ്റകൾ വരുന്നതിന് മുന്നോടിയായിട്ടും മാത്രമല്ല US-ൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റകൾ വരുന്നതിന് മുന്നോടിയായിട്ടും ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. പതിവ് പോലെ തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 3398.80 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ സെല്ലാണ് നടത്തുകയുണ്ടായത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3507.93 കോടി രൂപയ്ക്ക് ബൈ നടത്തുകയുമുണ്ടായി. ഇന്ത്യയുടെ ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്തപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2017 ജൂണിനു ശേഷം ഏറ്റവും കുറഞ്ഞ തോതിലായിട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. 1.55%. തത്സമയം ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 0.52% -0.13% റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതേസമയം US-ലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ 0.2% ഉയർച്ച ജൂലൈ മാസം രേഖപ്പെടുത്തുകയുണ്ടായി. ആനുവലി നോക്കുമ്പോൾ 2.8% ഫോർകാസ്റ്റ് ആയിരുന്നു വന്നതെങ്കിലും ആക്ച്വലി 2.7% റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ, ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായ റാലിയോടുകൂടി ഇന്നലെ നിഫ്റ്റി അതിന്റെ 100-day EMA മറികടക്കുന്ന കാഴ്ച ദൃശ്യമായെങ്കിലും അതിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ നിഫ്റ്റിക്ക് സാധിക്കുക ഉണ്ടായില്ല. ഇന്നലത്തെ ഫോളോയോടുകൂടി നിഫ്റ്റി നിലവില് അതിന്റെ ഷോർട്ട്, മിഡ് ഡേയും 100-day EMAകളുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുന്നതായിട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാകണമെങ്കിൽ അതിന്റെ 100-day EMA മറികടന്നുകൊണ്ട് തന്നെ അതിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 24,700 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. ഇന്നലത്തെ ഹൈയിൽ ഈ ലെവൽ അതിശക്തമായി മറികടക്കുകയാണെങ്കിൽ 24,850 എന്ന ലെവലിൽ അടുത്തതായിട്ട് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ 50-day EMA നിലനിൽക്കുന്നത്. തുടർന്ന് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയ 25,000 എന്ന ലെവലിലും. ഇനി നിഫ്റ്റിയില് എന്തെങ്കിലും കാരണവശാൽ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,350 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറാം. കാരണം ഈ ലെവലിലാണ് ജൂൺ മാസത്തെയും ഈ മാസത്തെയൊക്കെ ലോ നിലവിൽ നിലനിൽക്കുന്നത്. ഈ ലെവൽ നിഫ്റ്റി പിന്നെയും ഭേദിക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് 24,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ലെവലാണ്. കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ 200-day EMA സ്ഥിതി ചെയ്യുന്നത്. ഈ ലെവൽ നിഫ്റ്റി പിന്നെയും ഭേദിക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും 24,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ കൂടിയാണ്. കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ 50-week EMA സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ലെവലുകളൊക്കെ ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവയൊക്കെ വിശദമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം. ഭാരത് പെട്രോളിയം, CSB ബാങ്ക്, യുണൈറ്റഡ് സ്പിരിറ്റ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ആന്തം ബയോസയൻസ്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, കൽപാത്രോ, ലക്ഷ്മി ഇന്ത്യ ഫൈനാൻസ്, സമവർദ്ധന മോദേഴ്സൺ ഇന്റർനാഷണൽ, മുത്തൂറ്റ് ഫൈനാൻസ്, നൗമ വെൽത്ത് മാനേജ്മെന്റ്, ഫൈസർ, ടെക്സ്മാക്കോ റെയിൽ, TVS ഇലക്ട്രോണിക്സ്, വിശാൽ മെഗാ മാർട്ട് തുടങ്ങിയ കമ്പനികൾ അവയുടെ Q1 ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ല. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ്, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ ADRകൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICIC ബാങ്ക് ADRകൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US-ല് ഇന്നലെ ഇൻഫ്ലേഷൻ ഡേറ്റകൾ വന്നതിന്റെ ഫലമായിട്ട് S&P 500-ഉം നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 1%-ലേറെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നേട്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം
പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും ഓപ്പൺ ആണ്. ഇരു മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടങ്ങിയിട്ടുണ്ട്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിൽ നേരിയ നേട്ടവും തത്സമയം ക്രൂഡ് ഓയിലിലും ഗോൾഡിലും നേരിയ ഇടിവുമാണ് നിലവിൽ ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.99 എന്ന ലെവലിൽ നിന്നും ഇന്നലെ 0.65 എന്ന നിലയിലേക്ക് മാറി മറിയുകയുണ്ടായി. മാക്സ് പെയിൻ 24,500 എന്ന ലെവലിലും. നിഫ്റ്റിയില് ഹയർ ലെവൽസില് സെല്ലിംഗ് പ്രഷർ ദൃശ്യമാക്കിക്കൊണ്ട് ലോങ് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം 24,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 467 പോയിന്റുകളുടെ നഷ്ടം നേരിട്ടെങ്കിൽ കൂടിയിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 100 ഡേ EMAയുടെ മുകളിലായിട്ട് വ്യാപാരം ഇന്നലെ അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. എങ്കിലും നിലവിൽ ബാങ്ക് നിഫ്റ്റി അതിന്റെ ഷോർട്ട് മിഡ് ടൈം ആവറേജുകളുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് ദൃശ്യമാകുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 55,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. NACL ഇൻഡസ്ട്രീസ് KLR പ്രൊഡക്ട്സ് 53.13% വരുന്ന സ്റ്റേക്കുകൾ ഓഫ് മാർക്കറ്റ് സെയിൽ വഴി കൊറോമാൻഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡിന് കൈമാറി എന്നുള്ള വാർത്തകൾ. ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മൈനിങ് ആൻഡ് മെറ്റൽസില് ഇന്ത്യയിൽ നിന്നും ഉള്ള ആദ്യത്തെ മെമ്പറായിട്ട് കമ്പനി മാറുകയുണ്ടായി. ഫിനോലെക്സ് കേബിൾസ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 33.33% ഇടിവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് 243.92 കോടി രൂപയിൽ നിന്നും 162.62 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോളോ ഹോസ്പിറ്റൽസ് പ്രോഫിറ്റിൽ 41.8% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 305.2 കോടി രൂപയിൽ നിന്നും 432.8 കോടി രൂപയായി ഉയർന്നു. തത്സമയം റവന്യൂവിലും 14.9% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. FNC ഇ-കൊമേഴ്സ് വെഞ്ചേഴ്സ് അഥവാ നൈക്ക പ്രോഫിറ്റിൽ 79.4% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 13.6 കോടി രൂപയിൽ നിന്നും 24.5 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം റവന്യൂവിലും 23.4% വർധനവ് രേഖപ്പെടുത്തി. ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതേ സമയത്ത് 5.4 കോടി രൂപ പ്രോഫിറ്റിൽ നിന്നും ഈ ക്വാർട്ടറിൽ 99.9 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. തത്സമയം റവന്യൂവില് 1.4% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. രാഷ്ട്രീയ കെമിക്കൽസ് പ്രോഫിറ്റിൽ 404% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 10.8 കോടി രൂപയിൽ നിന്നും 54.4 കോടി രൂപയായി ഉയർന്നു. തത്സമയം റവന്യൂവിൽ 23.3% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.